മലയാളത്തിന്റെ നായിക വസന്തമായിരുന്നു ഒരു കാലത്ത് മിസ് കുമാരി. 1940 മുതൽ 60 വരെയായിരുന്നു മലയാള ചലച്ചിത്രവേദിയിൽ ഇവർ സജീവമായി പ്രവർത്തിച്ചിരുന്നത്. 1932 ജൂൺ 1 കൊല്ലംപറമ്പിൽ തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ മകളായി ആയിരുന്നു മിസ് കുമാരിയുടെ ജനനം. യഥാർത്ഥ പേര് ത്രേസ്യാമ്മ തോമസ് എന്നായിരുന്നെങ്കിലും മലയാള സിനിമയിൽ സജീവമായതോടെ അവർ മിസ് കുമാരി എന്ന് അറിയപ്പെട്ടു. ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന പെൺകുട്ടികൾക്കുള്ള സ്കൂളായ ഭരണങ്ങാനം സേക്രഡ് ഹാർട്ട്സ് ഹൈസ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം മിസ് കുമാരി നേടിയത്. പഠനത്തിന് ശേഷം അതേ സ്കൂളിൽ തന്നെ അധ്യാപികയായി ജോലി ചെയ്തു. ഉദയ സ്റ്റുഡിയോ ആദ്യമായി നിർമ്മിച്ച് 1949 പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് മിസ് കുമാരി മലയാള ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ ചിത്രം പരാജയപ്പെട്ടെങ്കിലും താരമെന്ന നിലയിൽ മിസ് കുമാരി ശ്രദ്ധിക്കപ്പെട്ടു. ഉദയയുടെ രണ്ടാം ചിത്രമായ നല്ല തങ്കയിൽ നായികയായതോടെയാണ് മിസ് കുമാരി എന്ന പേരിൽ ത്രേസ്യാമ്മ അറിയപ്പെട്ടു തുടങ്ങിയത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ KV കോശിയാണ് മിസ് കുമാരി എന്ന പേര് നൽകിയത്. നല്ല തങ്കയിലൂടെ ഇവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു.